കെട്ടിപ്പിടിച്ച കരച്ചിലായി. എന്തോ പട്ടി കുരയ്ക്കണ സൗണ്ട്. ബൈ ബൈ, പോയിട്ട് വരാം. ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ നിങ്ങളെ? വലിയൊരു സാധനം തന്നിട്ടുണ്ട്. ചാറ്റ് ജി പി ടിനോട് പറഞ്ഞപ്പോ ചാറ്റ് ജി പി ടി പറഞ്ഞു അതൊക്കെ മിത്താണെന്ന്. അങ്ങനെ ദേ ഒരു മാസത്തിന് ശേഷം നമ്മളെല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോവാട്ടോ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ എല്ലാവരുടെയും കണ്ണൊക്കെ നിറഞ്ഞ്. എന്താണെന്നറിയാൻ പാടില്ല, ഈ പ്രാവശ്യം പോണ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പോക്കിൽ നമുക്ക് അത്ര സങ്കടപ്പെടേണ്ട, സന്തോഷിക്കണ ഒരു മൊമെന്റും കൂടിയായിരുന്നു. കാരണം ഈ പ്രാവശ്യം പപ്പയും മമ്മിയൊക്കെ നമ്മുടെ കൂടെ വരണുണ്ടല്ലോ. പക്ഷെ എന്താണെന്നറിയാൻ പാടില്ല, പലവട്ടം നാട്ടിൽ വന്ന് പോയിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും തോന്നാത്ത എന്തോ ഒരു വിഷമം ഈ പ്രാവശ്യം തോന്നിയായിരുന്നു. അവിടെ കസിൻസ് ഒക്കെ പറയായിരുന്നു ഈ വീട് ഉറങ്ങിപ്പോകുന്നുള്ള രീതിക്ക്. കാരണം ഇനി മമ്മിയും പപ്പയും അവിടെ ആയിരിക്കുമല്ലോ നെക്സ്റ്റ് 1 മന്തിലേക്ക്. നമ്മൾ വന്നപ്പോൾ ഇവിടെ ശരിക്കും ഒരു ആഘോഷമായിരുന്നു. എല്ലാവരും കൂടെ അടിപൊളിയായിരുന്നു. നമ്മളിതേ കുറച്ചധികം ലഗേജ് ഉള്ളതുകൊണ്ട് എങ്ങനെ ഏത് വണ്ടിയിൽ എങ്ങനെയൊക്കെ കയറും, എങ്ങനെയൊക്കെ കൊള്ളും, ആരൊക്കെ വരും എന്നുള്ളൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കാട്ടോ. മാറ്റാൻ പോണപ്പോൾ ഫൈനലി നമ്മൾ വീട്ടിലെല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവാണ്. നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. ബാക്കി എല്ലാവരും ഫ്ലൈറ്റിൽ വെച്ചിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഇന്ത്യൻ സിം അമ്മച്ചിക്ക് കൊടുക്കണം, ഓസ്ട്രേലിയൻ സിം ഇടണം. അപ്പോൾ അതുകൊണ്ട് അതിനെ കുറച്ച് പരിപാടികളൊക്കെ തീർക്കട്ടെ. സ്നോ ചേട്ടൻ അവിടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ബാക്കിൽ പപ്പു തന്നെയുണ്ട്, ആ ഗ്രീൻ കാറ്. ഇങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യം വന്നതിനേക്കാളും എന്താണ്, അയ്യോ എൻ്റെ മൈക്ക് എടുത്താ പോനാ. എല്ലാ പ്രാവശ്യം വന്നേക്കാളും ട്രൈപോഡ് ഞാൻ ഏതൊരു വണ്ടിയുടെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം പുറത്ത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അറിയാൻ പാടില്ല നമ്മൾ നെക്സ്റ്റ് ടൈം എപ്പോഴാണ് വരണേ. ഈ പ്രാവശ്യം നമുക്ക് അറിയാം, നമ്മൾ മിക്കവാറും ഓഗസ്റ്റിൽ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 90%, 10% നമുക്ക് അറിയാൻ പാടില്ല, അങ്ങനെയുണ്ട്. പക്ഷെ എന്നാലും എന്തോ ഒരു സങ്കടം ഈ പ്രാവശ്യം പോയപ്പോൾ. എന്താണെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ പോവാണ്. നമ്മൾ മറ്റേ VIP പോലെയാണ്, നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും എസ്കോർട്ട് പോകണം. നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് കയറി നമ്മൾ സ്നോ ചേട്ടനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. സ്നോ ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ വഴി കാട്ടി. മമ്മിയും പപ്പയും എക്സൈറ്റഡ് ആണോ ഫ്ലൈറ്റിൽ കയറാൻ? ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ നിങ്ങളെ? ഫസ്റ്റ് ഫ്ലൈറ്റ്. എക്സൈറ്റഡ് ആണോ, നെർവസ് ആണോ, പേടിയുണ്ടോ, അതോ കയറാനുള്ള ആകാംക്ഷയുണ്ടോ? എന്താ അവസ്ഥ? എല്ലാ പപ്പയ്ക്കൊന്നും പറയാനില്ലേ? പപ്പയ്ക്കൊന്നും പറയാനില്ലേ? പുതിയൊരു അനുഭവമാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. അതുകൊണ്ട് ഒരു മാസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളത് പാർക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് പോവാണ്. ഫ്ലൈറ്റ് കയറാൻ എല്ലായിടത്തുണ്ട്. ഈ സ്ഥലം കണ്ടപ്പോൾ പറയായിരുന്നു ഇത് സന്തോഷത്തിൻ്റെ സ്ഥലമാണ്. അത് ശരിയാണ്. നമുക്ക് ദുഃഖത്തിൻ്റെ സ്ഥലത്തിലേക്കാണ് പോകണ്ടേ. നമ്മൾ ഡിപ്പാച്ചറിലേക്കാണ് പോകാൻ പോണേ. അമ്മച്ചിയും പപ്പയും ചാച്ചനും പിള്ളേരെല്ലാവരും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ വരുമ്പോൾ വണ്ടി റെന്റിന് എടുക്കാണ്ടോ ചെയ്യണേ. അപ്പൊ ഈ പ്രാവശ്യം അത് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിരുന്നു. കാരണം നമുക്ക് വണ്ടി എവിടെയും കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നില്ല. വണ്ടി നമ്മൾ എയർപോർട്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്ത് അവർ വന്ന് പിക്കപ്പ് ചെയ്യാണ് ചെയ്തത്. മമ്മി കരയല്ലേ? അതെ, മമ്മി സാധാരണ കരയാറുള്ളതല്ല. അതെ, ബൈ ബൈ, പോയിട്ട് വരാം. കരയണില്ലേ എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ രണ്ടമ്മമാരോടും കെട്ടിപ്പിടിച്ച കരച്ചിലായി. ഞങ്ങൾ വെച്ച് നോക്കുമ്പോൾ മമ്മിക്കും പപ്പയ്ക്കും ഇത് ശരിക്കും വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓസ്ട്രേലിയയിലേക്ക് വന്നതിന്റെയും ഫസ്റ്റ് ഫ്ലൈറ്റിന്റെയും നല്ല സന്തോഷം ഉണ്ടെങ്കിൽ പോലും ഈ എല്ലാവരോടും ഇങ്ങനെ ബായ് പറയണ ചടങ്ങ് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ഭയങ്കര സങ്കടവും ഉണ്ടായിരുന്നു. പോയിട്ട് വരാടാ.
പോവാണ്, ഇപ്പൊ കയറാൻ പോവാണ്. ഈ ഫ്രെയിം കാണാൻ അടിപൊളിയാണെങ്കിലും എപ്പോഴും ഗുഡ് ബൈ ഒന്നും അത്ര സന്തോഷമുള്ള പരിപാടിയല്ലല്ലോ. ഹേ ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് ടോക്കസ് ഫ്രൈ. നമ്മൾ ബാഗ് ഡ്രോപ്പ് ചെയ്ത് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. റെസ്റ്റിലാണ്. പപ്പോടി ഉണ്ട്. പൊന്നൊന്ന് ടോയ്ലറ്റിൽ പോയേക്കാണ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ചു തരാം. കട്ട്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ് പൊന്നി. ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവങ്ങൾ, ഇവിടുത്തെ വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ. മമ്മിയും പപ്പയും പഴംപൊരിയൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. ചായ, മമ്മി ചായ എങ്ങനെയുണ്ട്? നാട്ടിലത്തെ ചായ പോലെ തന്നെയാണോ? ആ, വേറെയാണ്. ഇനി അങ്ങനത്തെ പ്രതീക്ഷ മതി. ടീ ബാഗ് വെറുതെ മുക്കിയിട്ട് വരും. നമ്മളപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഫുഡ് ലൈറ്റായിട്ട് എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തുകൊണ്ട് അപ്പം പണ്ട് നമ്മളപ്പോൾ ഓർഡർ ചെയ്തത് ഞാനും ഒരു പഴംപൊരി മേടിച്ചു. രതീഷ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പഴംപൊരി ട്രൈ ചെയ്തൊക്കെ. നീളം കൂടുതലുണ്ട്. ഇപ്പൊ ഞാൻ ചീസ് പറയാം. ഇവളില്ലേ ആരാണ്? ഡിലു ഒരു സാധനം തന്നിട്ടുണ്ട്. ഓ, എനിക്ക് ഓടിച്ചു തരാൻ പറഞ്ഞു. ആ, എന്റെ പൊന്നി ശരണം. അശ്ശടാ, ചെയ്തതാ തോന്നണല്ലോ. അയ്യടാ, നല്ല രസമല്ലേ കാണാൻ. എന്റെ മമ്മി രണ്ട് ഫോട്ടോ എടുത്താ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം. എന്നാലും ഞാൻ ഓർത്തു നിങ്ങളിവിടെ ഇതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇത് ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയപ്പോഴാണ് ഞാൻ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇവിടെ നിന്ന് കുറച്ച് ഫ്ലൈറ്റ്സൊക്കെ നമ്മൾ ബോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ സംഭവങ്ങളൊന്നും അത്ര അത്ഭുതമായി നമുക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ വന്ന് കാണണമെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്തത്. കാരണം ഇവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇവർക്ക് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വൽ സാധനങ്ങളൊക്കെ ഒന്ന് കാണണത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടായിട്ടുണ്ട് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട്. ഞാൻ അവിടുത്തെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന്. പക്ഷെ റീലും സംഭവങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ നടക്കുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അവർ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകാൻ പോവാണ്. നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ഗേറ്റിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഗേജൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരുടെയും ബാഗും സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോവാണ്. ഇവരുടെ ശരിക്കും ആദ്യത്തെ ഫ്ലൈറ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് അല്ല കേട്ടോ, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ്. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്യണത് ബാംഗ്ലൂർക്കാണ്. നമുക്കൊരു 1 hour ടോട്ടൽ ഉള്ളത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മമ്മിയുടെ ഒക്കെ എക്സ്പ്രഷൻ കാണാനായിട്ട്. മമ്മിക്ക് തണുക്കാണെങ്കിൽ കിട്ടാതെ മമ്മിക്ക് ടെൻഷനല്ല. മകൻ കണ്ടാ അറിയാം ടെൻഷൻ. പപ്പയ്ക്ക് ടെൻഷൻ ഉണ്ടോ? ഇതൊക്കെ എന്തെന്ന് കേട്ടില്ല. എന്താണ് അതെയാ ദക്ഷിണ ചേരാനല്ലേ? മമ്മി വലത്തേക്കാല് ഫ്ലൈറ്റ് ആയിട്ടില്ല, കുറച്ച് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ പേടിപ്പിക്കണമെന്നാണ് ഇങ്ങനെ ലൈനായിട്ട് കൊണ്ടുപോകണത്. അപ്പൊ പപ്പയ്ക്ക് പേടിയുണ്ടല്ലേ? മമ്മി ഏതോ പുണ്യാളന്നെ നേർച്ച നേർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സത്യം പ്രാർത്ഥിക്കായിരുന്നില്ലേ? എനിക്ക് തോന്നിയായിരുന്നു. നേർച്ച തന്നില്ല, നേർച്ച തരുന്ന സമയമായിട്ടില്ല. ഇത് ഫ്ലൈറ്റിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. അതാണ് ഫ്ലൈറ്റ്. മമ്മി റെഡി? റെഡി? മമ്മിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പപ്പയ്ക്ക് ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും പപ്പ പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ആ ധന്യ മുഹൂർത്തം എത്താറായി. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർക്കുള്ള നമ്മുടെ ഫ്ലൈറ്റ് ഇൻഡിഗോ ആണ് കേട്ടോ. പപ്പ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കയറണേ.
കയറിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി എന്തിയാവോ? മമ്മി ഷോ എനിക്ക് മമ്മീനെ കാണണം. ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ട്? അല്ലാണോ? മമ്മിക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ സംഭവമൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം നമ്മൾ ടി വിയിലും അങ്ങനെ സിനിമയും അങ്ങനെയൊക്കെ മാത്രമാണല്ലോ നമ്മളിങ്ങനെ ഫ്ലൈറ്റിന്റെ അകത്തൊക്കെ കണ്ടാണ്. ഇവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഫ്ലൈറ്റിന്റെ അകത്ത്. ഇത് ലിയോണ, ഷാരോണ്ട് ചേച്ചിയുടെ കൊച്ച്. അപ്പൊ അവള് മമ്മിയുടെ അടുത്ത് വിളിച്ച് വിശേഷമൊക്കെ ചോദിക്കായിരുന്നു, എങ്ങനെയുണ്ട് ഫ്ലൈറ്റ് കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചോണ്ടിരിക്കായിരുന്നു. നമുക്ക് ഇതേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണോ ബാക്കിയുള്ളൂ. മമ്മി പപ്പയ്ക്ക് ഒരു ഡൗട്ട്, നമ്മൾ ഇവരുടെ സീറ്റ് നേരത്തെ പ്രീ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. കാരണം ലെഗ് സ്പേസ് ഉള്ളത് നോക്കിയിട്ടാണ് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തത്, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഇവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എമർജൻസി എക്സിറ്റിന്റെ അവിടെയായിരുന്നു കേട്ടോ നമ്മുടെ സീറ്റ്. യൂഷ്വലി നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണേക്കാളും മുമ്പ് നമുക്ക് എമർജൻസി സമയത്ത് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ പറഞ്ഞു തരുമല്ലോ. അപ്പൊ അതെല്ലാം ഞാൻ മമ്മിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കായിരുന്നു. We would love to take off with you at the earliest. To help us get going, please keep your large bags in the overhead bin above and കൊള്ളക്കാരെ പോലെയാണല്ലോ ഇരിക്കണേ. കൈ മാറ്റി പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത ടൈമിൽ ഞാനും മമ്മിയും ഒരുമിച്ചും പപ്പയും ഷാരോണും ഒരുമിച്ചാട്ടോ ഇരുന്നത്. കാര്യം ഇവിടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ചുമ്മാ ധൈര്യം കൊടുക്കാൻ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാര്യം ഇവർ രണ്ടുപേരും ശരിക്കും ഓക്കെ ആയിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമിൽ. ഇതൊരു കുട്ടി ഫ്ലൈറ്റ് ആയിരുന്നു. കാര്യം ബാംഗ്ലൂർക്ക് 1 hour അല്ലേ ഉള്ളൂ. അതുകൊണ്ട് കണ്ണടച്ച് തുറക്കണേക്കാൾ മുമ്പ് നമ്മൾ സ്ഥലത്തെത്തി. പപ്പ ടേക്ക് ഓഫിന്റെ സമയത്ത് ലാൻഡിങ്ങിന്റെ സമയത്ത് പപ്പ അങ്ങോട്ട് വരില്ല, പപ്പ ഉറങ്ങായിരുന്നു അല്ലേ? കുഴപ്പമൊന്നുമില്ല. ബാംഗ്ലൂരിൽ ഇറങ്ങി നമുക്ക് ഷട്ടിൽ ബസ് എടുത്തിട്ട് അമ്മ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബസ്. ബാംഗ്ലൂർ എയർപോർട്ട് വൺ ഓഫ് ദ ലാർജസ്റ്റ് എയർപോർട്ടാണ് കേട്ടോ ഇന്ത്യയിൽ വെച്ചിട്ട് നോക്കുമ്പോ. എന്താ അല്ലേ, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂരിൽ വന്നത്. അതുകൊണ്ട് നമുക്ക് അത്ര പിടിയില്ലായിരുന്നില്ല. ഇവര് പറഞ്ഞത് ബാഗേജ് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ബാഗേജ് നമ്മൾ എടുക്കണ്ടല്ലോ. ഇത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് വേറൊരു എയർപോർട്ടാണ്. ലൈക്ക് സെയിം എയർപോർട്ടാണ്, വേറെ സ്ഥലത്താണ്. അപ്പം നന്ദിനി പാർലർ അവിടെ ഏതൊരു സ്വീറ്റ് ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ വേറൊരു ബസ് എടുത്ത് അങ്ങോട്ട് പോകണം. നോക്കാം. അതേ പറഞ്ഞതേ ആ നന്ദിനി സ്വീറ്റ്സിൻ്റെ അത് കണ്ടുപിടിച്ചു. അതിൻ്റെ അവിടെ നിന്ന് നമ്മളതേ ഷട്ടിൽ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളപ്പോൾ ഇവിടെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു അടിപൊളി എയർപോർട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത്രയും ഭംഗി പ്രതീക്ഷിച്ചില്ല. ഭംഗി കാണാനായിട്ട് നല്ല രസം. അത് മൊത്തം അങ്ങനെ ചെയ്തേക്കാ. ബാമ്പുവാണ് മമ്മി, ബാമ്പുവാണെന്ന് തോന്നുന്നതേ. ആ ഫുൾ ബാമ്പുവിന്റെ സെറ്റപ്പ് കൊള്ളാം. അടിപൊളി കാണാനായിട്ട്. എല്ലാം ടൂർ ഗൈഡിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ടൂർ ഗൈഡ് സേഫ് ആയിട്ട് വെക്കാണ് അല്ലേ പന്ന? നല്ല രസമുണ്ടല്ലോ മമ്മി. ഇത് നോക്കി മമ്മി, ഇത് നോക്കി അതിന്റെ ഉള്ളിൽ നോക്കി. കൊള്ളാല്ലേ? ആ നല്ല രസമുണ്ടത്. നമ്മുടെ അവിടെ ഇതില്ല. ഇതിന്റെ ഉള്ളിലും കാണാൻ എന്തൊരു ഭംഗിയാ. ബാംഗ്ലൂർ എയർപോർട്ട്. മമ്മി അത് നോക്കി മമ്മി, അത് നോക്കി. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഷാരോൺ അതെല്ലാം ഇവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി ഭംഗിയെ കാണാനായിട്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു, എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്റീരിയർ കൊണ്ടാന്ന് തോന്നുന്നു ഇത്രയും ഭംഗി തോന്നിക്കണേ. ഇത് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാനുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ എവിടെയോ വന്ന ഫീലായിരുന്നു. ഇത് കണ്ടിട്ട് ഒരു എയർപോർട്ടിന്റെ ഒരു ഫീലൊന്നും തോന്നിയില്ലായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു കാണാൻ. ഇതിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു, നല്ല രസമുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാണിച്ചു തരായിരുന്നു. ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ്. എന്ത് സെറ്റായിട്ടാണ് അവർ എല്ലാം സെറ്റ് ചെയ്തതാണ്. നമുക്ക് ബോർഡിംഗ് ഗേറ്റിലേക്ക് പോവാം. നമുക്കിങ്ങനെ വെറുതെ നടന്ന് മണത്ത് നോക്കാം. 8000 പെർഫ്യൂമാണ് നമ്മുടെ പെർഫ്യൂമാണ് നല്ലത്. രസമല്ലേ? ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ അത്ര ഒന്നും കണ്ടില്ലായിരുന്നു. വലിയ സാധനങ്ങളൊന്നും അത്ര വലിയ ഗുണം ഇല്ല. ഗുണം എന്നല്ല, ലൈക്ക് നമ്മൾ നോക്കിയിട്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പം നമ്മൾ വേറെ കുറച്ച് എന്തെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടാണ്. ഇവിടെ ദേ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ചോക്ലേറ്റ്സ് കൊണ്ട് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചാണ്. ഞാൻ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. എന്തോ കിട്ടിയേ? മസാല ദോശ ഒക്കെ ഉള്ളതോ? ആ അടിപൊളി. അപ്പം ഞാൻ പിടിക്കാൻ പോന്നെ എല്ലാം ഒറ്റയ്ക്ക് പിടിക്കണ്ടോ?
ഇപ്പോൾ സമയം 11:12 നമുക്ക് 12:50 ഫ്ലൈറ്റ് C8 ഗേറ്റ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഗേറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഗേറ്റിൽ ചെന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാ അത് കോക്ക്. അതിൻ്റെ ഉള്ളിൽ വെള്ളം മമ്മി ചെറിയ വെള്ളച്ചാട്ടമൊക്കെ പോലെ നല്ല രസമുണ്ടല്ലോ കാണാൻ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പൊന്നു കണ്ടുപിടിച്ചിരുന്ന സ്ഥലം ബോംബെ ബ്രാസറിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ മസാല ദോശയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ്. ഓ അതിൻ്റെ കുറേ കുടങ്ങൾ, ഓക്കെ മമ്മി കുറേ കുടങ്ങൾ പെയിൻറ്റ് ചെയ്ത് വെച്ചാണ്. മീനിൻ്റെ ഷേപ്പിലുള്ള പട്ടങ്ങൾ നല്ല വെച്ചിട്ടുണ്ട്. അതും തുണി വെച്ചിട്ടാണ്, നെറ്റും തുണിയൊക്കെ വെച്ചിട്ടാണ് വെച്ചത്. അതാണ് ഗൈസ് നമ്മുടെ ഞാൻ വരുന്നുണ്ട്. ഞാൻ എങ്ങനെയുണ്ട് മമ്മി? നല്ലതാണോ മമ്മി? നല്ലതാണോ? പിന്നെ ഒരു ബിരിയാണിയും പറഞ്ഞപ്പോൾ ഞങ്ങളിതൊന്ന് കഴിച്ചിട്ട് വരട്ടെ. ആണ് കാണിച്ചില്ല. അന്ന് ഇവിടെ നോക്കിയപ്പോൾ ഇതെന്താണ് അത്ര പിടി കിട്ടിയില്ല. ഇതിൻ്റെ ഇപ്പുറത്ത് വന്നപ്പോഴാണ് ഇത് മനസ്സിലായത്. പിന്നെ ഭംഗിയാണേ കാണാൻ. കണ്ടോ ഗേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഷട്ടിൽ എടുത്തിട്ടാണ് പോണത്. സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റെപ്പുമ്പോൾ കയറി പൊന്നു ലഗേജ് വെക്കുന്ന സ്ഥലത്ത് കയറി മമ്മി അവിടെ കയറി. നമ്മളിപ്പോൾ ഇച്ചിരി തണുത്തോണ്ട് ഞാൻ സ്വെറ്ററൊക്കെ എടുത്തിട്ടു. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കയറി ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് നമുക്കൊരു 7 hours ഉണ്ട് ബാലിയിലെത്താൻ വേണ്ടിയിട്ട്. മമ്മിക്ക് വിൻഡോ സീറ്റും ലെഗ് സ്പേസ് ഒക്കെ കിട്ടിയോണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കുറച്ചേരം കഴിയുമ്പോൾ ഫ്രണ്ടിലേക്ക് ചാടും. പൊന്നും പപ്പ ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ പപ്പ എൻ്റെ സീറ്റിലിരിക്കണം. പപ്പയ്ക്ക് വിൻഡോ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പൊന്നൊന്ന് നോക്കൂ. പൊന്നിന് മറ്റേ പെടലി തിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത സെയിം ഫ്ലൈറ്റാണ് ഇൻഡിഗോ. ഫ്ലൈറ്റെല്ലാം മോൾ കിട്ടാണ്. പിന്നെ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ വിശേഷങ്ങൾ അത്ര പെടുത്തൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫുൾ ഉറക്കമായിരിക്കും മിക്കവാറും. ഓൾറെഡി രാത്രി ഇവിടെ സമയം 12:50 ആവാറായി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാറായി. അപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ട് ബാലിയിൽ നമുക്ക് എല്ലാ ഇമിഗ്രേഷൻ എല്ലാം പിന്നെയും ക്ലിയർ ചെയ്യണം. നമ്മളവിടെ ബാലി വിസയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെയും ചെക്ക് ഇൻ ചെയ്ത പരിപാടികളൊക്കെ പിന്നെയും ചെയ്യണം. അപ്പോൾ ബാലിയിൽ എന്താവുമെന്ന് അറിയാൻ പാടില്ല. അവിടെ ഫിഷൊന്നും അല്ല, അവിടെ എല്ലാം നമ്മൾ ഫിഷ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താവുന്നൊന്നും അറിയാൻ പാടില്ല. എല്ലാം കർത്താവിൻ്റെ കയ്യിലെല്ലാം മമ്മി. ഫിഷൊക്കെ ത്രോ ചെയ്യുമെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഇത് കൂടുന്നതുകൊണ്ടാണ്. നേരത്തെ ഒച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ഒരു സൗണ്ടും ഇല്ലാത്ത സ്ഥലത്തെല്ലാം ഇങ്ങനെ അടഞ്ഞുകൂടിയിരുന്നത്. പിന്നെ ഷോർട്ട് ഫ്ലൈറ്റ് ആയിരുന്നു. എന്തോ പട്ടി കുരയ്ക്കുന്ന സൗണ്ട്. 7 hour ഫ്ലൈറ്റ് ആണെങ്കിലും പെട്ടെന്ന് അത് തീർന്ന പോലെയായിട്ട് നമുക്ക് തോന്നിയത്. കാര്യം നമ്മളെല്ലാവരും കിടന്നുറങ്ങിയായിരുന്നു. രാത്രി ആയിരുന്നല്ലോ. അങ്ങനെ ബാലി എയർപോർട്ടിലെത്തിയ ശേഷം എവിടെ ഉണ്ടാവും അറിയാൻ പാടില്ല. മീനെ ഒരിടത്ത് കളയുമെന്ന് പറയാം. നമ്മൾ വന്നപ്പോൾ കാണാൻ പറ്റുള്ള കച്ചരം. നല്ല മഴയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ലൈറ്റ് നിർത്തിയിട്ടേക്കാണ്. സീറ്റ് ബെൽറ്റ് സൈൻ ഓണാണ്. എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞേക്കാം. നമ്മൾ ബാലി എയർപോർട്ടിൽ വന്നിട്ട് ഇമിഗ്രേഷനും കസ്റ്റംസും എല്ലാം ക്ലിയർ ചെയ്ത് ഭാഗ്യത്തിന് കസ്റ്റംസിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഓൾ ഗുഡ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് ഹെവി ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങണം. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചും ടെൻഡർ കോക്കനട്ട് കരിക്കും കൂടെ ഓർഡർ ചെയ്ത് ഇനി അത് കഴിച്ചിട്ട് പോകണം ഫ്ലൈറ്റ് ചെയ്യാൻ, ബോർഡ് ചെയ്യാൻ. ജെറ്റ് സ്റ്റാറിലാണ് പോകണേ. ഇവിടെ നിന്ന് ഓസ്ട്രേലിയക്ക് ബാലി ടു ഓസ്ട്രേലിയ. പിന്നെ നമ്മളല്ല ഇതൊരു 6 hours 20 minutes ഫ്ലൈറ്റാണ്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഫ്ലൈറ്റിൽ സാനിറ്റൈസ് ചെയ്യണതാണെന്ന്. പക്ഷെ നമ്മുടെ ചാറ്റ് ജിപിടിനോട് പറഞ്ഞപ്പോൾ ചാറ്റ് ജിപിടി പറഞ്ഞു അതൊക്കെ മിത്താണെന്ന്. ഇതിപ്പോ എന്താ സത്യാവസ്ഥ എന്ന് അറിയാൻ പാടില്ലെങ്കിലും ചാറ്റ് ജിപിടി പറഞ്ഞത് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യണ കോൾഡ് എയർ നമ്മുടെ ഹ്യൂമിഡ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് വന്ന സംഭവമാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതുവരെ ഫ്ലൈറ്റിൽ കയറാത്ത പപ്പയും മമ്മിയുടെയും ഇത് ഒറ്റയടിക്ക് 3ാമത്തെ ഫ്ലൈറ്റ് ആട്ടോ. ഇത് അത്യാവശ്യം പാക്ഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഓസ്ട്രേലിയൻസ് ബാലി കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നണേ. ചെന്താലേ അങ്ങനെ എല്ലാവരും നമ്മുടെയും അവരുടെയും വെക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്.
കാര്യം ബാലിന്ന് കയറുന്ന സമയത്ത് താഴേക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒട്ടുമിക്ക സ്ഥലവും കടലായതുകൊണ്ടും കടലിന്റെ കളറ് മോളിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക തരം കളറാണല്ലോ. കണ്ടാ നോക്കി എന്ത് ഭംഗിയാ കാണാന്ന്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഒരു കോഫിയും ഞാനൊരു കുക്കിയും അവരെന്തോ പയ്യും സൂപ്പൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഈ ഫ്ലൈറ്റിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒട്ടുമിക്ക സീറ്റും ഓൾറെഡി ഫില്ലായിരുന്നു. നമുക്ക് അതുകൊണ്ട് പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പപ്പയും മമ്മിയും പൊന്നും ആ സൈഡിലും ഞാൻ ഇപ്പുറത്തെ സൈഡിലും ആയിരുന്നു. നമ്മൾ നൈസായിട്ട് അതിന്റെ ഉള്ളിക്കോടെ ലുഡോ ഒക്കെ കളിച്ച് സംസാരിച്ച് ദേ നമ്മൾ ഓസ്ട്രേലിയ എത്തി. അപ്പൊ നമ്മള് എവിടെയാ ബാലിയിൽ ഓസ്ട്രേലിയ ബ്രിസ്ബെയിൻ എയർപോർട്ടിൽ എത്തി. അപ്പൊ വെൽക്കം ടു ഓസ്ട്രേലിയ. അപ്പൊ പക്ഷെ നമുക്ക് ഒരു ദുഃഖകരമായ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നെഞ്ചുവേദന വന്നൊരു സംഗതി. എന്താ മറ്റേ ബയോസെക്യൂരിറ്റിയില് നമ്മുടെ സ്രാവ് ഇടിച്ചതും പിന്നെ എന്നിട്ട് ചമ്മന്തിപ്പൊടിയും പിന്നെ വേറെ ഈശോയെ ഉണക്കമീനാണ് പോയേ. ദൈവമേ, ഞാൻ ഉണക്കമീൻ ഉണ്ടാവുന്നാണ് ഓർത്തത്. അപ്പൊ ഉണക്കമീൻ പൊടിച്ചതൊക്കെ കൂടെ അവര് വേസ്റ്റ് കളഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഇപ്പൊ ഭയങ്കര ഇപ്പൊ ചിരിച്ചു കളിച്ച് നിൽക്കണമെന്നുള്ളു. നേരത്തെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിനി. എന്താണ്ടൊക്കെ ഉണ്ട്. ഇനി കുറച്ച് സാധനങ്ങളൊന്നും കളഞ്ഞിട്ടില്ല. കൊമേഴ്ഷ്യൽ പാക്കിങ് വേണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം എന്തായാലും അങ്ങനെ ഇനി നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു ഫ്ലൈറ്റ്? എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ട്രാവൽ ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ട്? എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കത് പിടിച്ചിട്ട് മുക്കിന്ന് ശരിക്കും നേരെടുത്ത് തള്ളിപ്പോയി. കുഴപ്പമുണ്ടായില്ല. അത് ലാസ്റ്റത്തെ ഈ ഫ്ലൈറ്റ് ഇച്ചിരി ഇതായിട്ടാണ് ലാൻഡിങ്. ഭയങ്കര സ്മൂത്ത് ആയിരുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാം ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് ട്രെയിനും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ക്യാബ് എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് വീട്ടിൽ പോട്ടെ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടോക്ക് ഹിസ്റ്ററി. ബൈ. ഇനി ഓസ്ട്രേലിയൻ വിശേഷങ്ങൾ കാണാമല്ലോ മമ്മി. ഓക്കെ, ടാറ്റാ. നമ്മുടെ ലഗേജിന്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നു ഇവിടെ ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് എനിക്ക് അതൊന്നും പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അടുത്ത വ്ലോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാട്ടോ.